ഇപ്പോൾ ട്രൂത്ത് ഗ്ലോബലിന്റെ ഈ ട്വിറ്റർ ഹാൻഡിൽസിലൊക്കെ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അതായത് ടർബോയാണ് ഏറ്റവും അധികം വലിയ റിലീസ് വരാൻ പോകുന്നത് പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ, ഇതായിരിക്കും ഏറ്റവും വലിയ കളക്ഷൻ ഉണ്ടാവുക, അങ്ങനെ കുറെ ചോദ്യങ്ങൾ വരുമല്ലോ. അതിനോടൊക്കെയുള്ള പ്രതികരണം എങ്ങനെ? മലയാള സിനിമയെ ഇതുവരെ ഇറങ്ങാത്ത രാജ്യങ്ങളിൽ നിന്നടക്കം എൻക്വയറി വരുന്നുണ്ട്. അവിടെ റിലീസാവണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഇതെല്ലാം ഇക്കയുടെ അപ്രൂവൽ അനുസരിച്ചിരിക്കും. ഇക്ക ഓക്കെ പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ടായിരിക്കും. അതൊരു വലിയ റിലീസ് തന്നെയായിരിക്കും. റിലീസാവട്ടെ, ആൾക്കാർ കാണട്ടെ. ഇപ്പം എംഎൽഎ നേരി പറയും ഇത് നമ്മൾ കേട്ടിട്ടില്ലാത്ത രാജ്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് തമാശ. അവിടെ ഈ പറയുന്നതോടെ ഒരുപാട് നമ്മുടെ ആൾക്കാരുണ്ടാവില്ല. ഒരു ഷോ, 2 ഷോ, 3 ഷോ, പിന്നെ ഓരോ ദിവസം കൂടുതൽ ഷോ, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഏതായാലും ആളുകൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് വേറൊരു ടെൻഷൻ. മമ്മൂക്കയോട് ചോദിച്ചിട്ടാണ് എല്ലാ കാസ്റ്റിങ്ങും ചെയ്തിരിക്കുന്നത്. ഏത് സിനിമ ഞാൻ ചെയ്യുമ്പോഴും അതിന്റെ നിർമ്മാതാക്കളോട് ചോദിച്ചിട്ട് തന്നെയാണ് എല്ലാ കാസ്റ്റിങ്ങും ചെയ്യാറുള്ളത്. കാരണം അവരാണല്ലോ പൈസ കൊടുക്കേണ്ടത്. അവരോട് ചോദിക്കാതെ ഒരു കാസ്റ്റിംഗ് വെക്കാൻ പറ്റില്ല. ഇതിൽ കുറെ താരങ്ങൾ തമിഴ്, പല ഭാഷകളിലുള്ള താരങ്ങൾ, അവരൊന്നും പേരുകളൊന്നും പറയുകയാണെങ്കിൽ. മേജർലി നമുക്കുള്ളത് ഇദ്ദേഹവും സുനിലുമാണ്. അദ്ദേഹത്തിൽ നിന്ന് വരാൻ പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള നിങ്ങൾ കണ്ടിട്ടുള്ള ഒരുപാട് ആളുകൾ, ഒരുപാട് പേരുണ്ട്. പ്രൊഡ്യൂസർ എന്ന നിലയിൽ മമ്മൂക്ക ഇതിന്റെ പ്രൊഡ്യൂസർ, ആക്ടറുമാണ്. അപ്പൊ ആക്ടർ പ്രൊഡ്യൂസറിനടുത്ത് എങ്ങനെയാണ് ശമ്പളം പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. മമ്മൂക്ക കേട്ടിരുന്നോ? മമ്മൂക്കയാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ, ആക്ടറുമാണ്. ആക്ടർ എങ്ങനെയാണ് ഈ പ്രൊഡ്യൂസറുടെ അടുത്ത് ശമ്പളം പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ശമ്പളമൊക്കെ പറഞ്ഞിട്ടുണ്ട്, തരികയും ചെയ്യും. അതിൽ പിടിച്ചു വേണം, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിട്ടുവീഴ്ച ചെയ്യുമോ? വിട്ടുവീഴ്ച ചെയ്യേണ്ട വരില്ല. അങ്ങനെ പരിപാടി ഉണ്ടെങ്കിൽ തന്നെ ഇവർ തരാതെ പറ്റിക്കലും ഉണ്ടാവും. നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ട അതെ, വിട്ടുവീഴ്ച ചെയ്താൽ അവര് അത് ശീലമാക്കും. പിന്നെ തരാതെ പറ്റിക്കാം, അതിനൊക്കെ ഓരോ ഉണ്ടാവും. അപ്പോ